ഹൈപ്പർ ടെൻഷൻ അതായത് ബ്ലഡ് പ്രഷർ ചികിത്സയ്ക്ക് സ്ഥിരം മരുന്ന് കഴിക്കുന്ന അനവധി ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ബ്ലഡ് പ്രഷർ ചികിത്സയിൽ കുറെ കാര്യങ്ങൾ ഡോക്ടർമാരായാലും സാധാരണക്കാരായാലും മനസ്സിലാക്കിയിരിക്കേണ്ടത്. ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരു ഭയം, അതിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് ആലോചിക്കുന്നത്. കാരണം ഇപ്പൊ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് രക്തക്കുഴലിൽ കൂടി ഓടുമ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രഷറാണ് നമ്മൾ സാധാരണ. അതിന് സിസ്റ്റോളിക് പ്രഷർ എന്നും ഡയസ്റ്റോളിക് പ്രഷർ എന്നും പറയും. ഈ സിസ്റ്റോളിക് പ്രഷർ ഇപ്പൊ എല്ലാവർക്കും എല്ലാ രോഗികളും വന്ന് സാധാരണ ചോദിക്കാറുണ്ട്. കയറി കഴിഞ്ഞാൽ പ്രഷറിന്റെ മീറ്റർ അവിടെ കണ്ട എന്റെ പ്രഷർ എല്ലാ ചികിത്സയും കഴിഞ്ഞാൽ പ്രഷർ നോക്കിയിട്ട് പോകുന്നത്. അപ്പൊ എപ്പോഴും ഈ പ്രഷർ നോക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പ്രഷർ നോക്കുന്നതിന് മുമ്പ് രോഗിയുടെ മനസ്സിൽ തന്നെ എന്താണ്, എനിക്ക് പ്രഷർ ഉണ്ടോ എന്നുള്ള ഉൾക്കണ്ട. ഇതെല്ലാം കഴിഞ്ഞ് പ്രഷർ നോക്കി വരുമ്പോൾ ഒരു വേരിയേഷൻ. അത് മാത്രമല്ല അവർക്ക് കൃത്യമായ ഒരു കാൽക്കുലേഷൻ പറയും വേണം. ആ പറയേണ്ട സമയത്ത് ഇപ്പോൾ 128 ശരിക്കും കൃത്യമായ പ്രഷർ ഇതുവരെ നോക്കാത്ത ഒരാളാണ് നോക്കുമ്പോൾ ഒരു ഹൈ BP കണ്ടു എന്ന് തന്നെ വിചാരിക്കുക. അവർ കൃത്യമായ ഒരു അളവ് ചോദിക്കേണ്ടി വരുമ്പോൾ നമ്മളത് കൃത്യമായിട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ പറയുന്ന ഉത്കണ്ഠ തന്നെ അവരുടെ പ്രഷറിനെ അങ്ങോട്ട് വർദ്ധിപ്പിക്കും. അവർ പ്രഷർ വരുമ്പോൾ ഒരു ഡോക്ടർ പരിശോധിച്ച് കണ്ടെത്തി പ്രഷർ എന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ തന്നെ രണ്ടാമത് ഒന്നുകൂടി, അതായത് വന്ന വഴിക്ക് തന്നെ ഇരിക്കുമ്പോൾ തന്നെ ഇരുന്ന വഴിക്ക് പ്രഷർ നോക്കുന്നതിന് പകരം കുറച്ച് നേരം റിലാക്സ് ചെയ്തതിനു ശേഷം പ്രഷർ നോക്കുമ്പോൾ കറക്റ്റ് കിട്ടിയാൽ എത്രയെന്ന് അവർ ചോദിക്കുന്ന പ്രവണത ഇന്നത്തെ ആൾക്കാരിൽ കൂടിയതുകൊണ്ടും തീർച്ചയായിട്ടും ഉത്കണ്ഠ കൂടിക്കൊണ്ടിരിക്കും. ആ ഉത്കണ്ഠകള് അവരെ ആദ്യം പ്രഷറിനെ പറ്റി അവരെ ബോധവാന്മാരാകും. അതുകൊണ്ട് പ്രഷർ നോക്കുന്ന ഡോക്ടർ നോക്കുമ്പോൾ പ്രഷർ നോക്കിയാൽ മതി. അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് പ്രഷർ നോക്കുന്ന കാര്യത്തിൽ വലിയ അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം പ്രഷർ നമുക്ക് കൃത്യമായി അറിഞ്ഞോളണമെന്നില്ല. അത് ചികിത്സിക്കുന്ന സമയത്ത് ഏതെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്ത് നോക്കിക്കണ്ട്. ഇനി അഥവാ ഒരിക്കൽ പ്രഷർ കൃത്യമായ ഒരു പ്രഷർ കയറിപ്പോയി, ഹൈപ്പർ ടെൻഷൻ വന്നു എങ്കിൽ തന്നെ, അപ്പൊ ഹൈപ്പർ ടെൻഷൻ കാണുമ്പോഴേക്കും പ്രഷറിന്റെ ഒരു ഗുളിക ഡോക്ടറെ എഴുതി തന്നാൽ പിന്നെ ഡോക്ടറെ കാണാതെ തന്നെ സ്ഥിരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പ്രഷറിന്റെ ഗുളിക കഴിക്കുക. അതൊക്കെ ആ തരം പ്രവണതകളെ മാറ്റുക ഒരു പ്രധാന ഘടകം. രണ്ടാമത് പ്രഷർ ഉണ്ടാവുന്ന ഇപ്പൊ സിസ്റ്റോളിക് പ്രഷർ 120, ഡയസ്റ്റോളിക് പ്രഷർ 80. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിയെന്ന് വെച്ചിട്ട് വലിയ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഏതൊരു പ്രഷർ ഉണ്ടാവുമ്പോഴും ബ്ലഡ് പ്രഷർ വന്നു കഴിയുമ്പോഴും ആ പ്രഷർ കൊണ്ട് നിശ്ചിത വോള്യമുള്ള ബ്ലഡ് എല്ലാ സ്ഥലത്തും എത്തുമ്പോൾ ഒരു കൃത്യമായ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അവസ്ഥയിൽ, അതായത് കിഡ്നിക്ക് ഇത്ര ചെന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഇടുന്ന ആക്സെപ്റ്റൻസ് കുറച്ച് ബുദ്ധിമുട്ട് ഏതെങ്കിലും തടസ്സങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ രക്തക്കുഴലിന്റെ കട്ടികളെ കൊണ്ട്, അല്ലെങ്കിൽ സമയത്തിന് എത്താത്തതുകൊണ്ട്, വിസ്കോസിറ്റി ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ടൈമായിട്ട് എത്തിക്കൊള്ളുന്നില്ല, ഫ്ലോയുടെ ഇംപീഡിങ് സ്ലോനെസ് ഉണ്ട്, ഇത്തരത്തിലുള്ള പല കാരണങ്ങളെ കൊണ്ടുവരും. അതുകൊണ്ട് യഥാർത്ഥമായ ഒരു പ്രഷർ കാണുമ്പോൾ ഏതെങ്കിലും വേറെ പ്രധാനപ്പെട്ട രക്തക്കുഴലിനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും രോഗങ്ങൾ, അല്ലെങ്കിൽ വേറെ പ്രധാനപ്പെട്ട അവയവങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി കൃത്യമായ രോഗനിർണയം കഴിച്ചിട്ട് വേണം പ്രഷർ കഴിക്കാനുള്ളത്. പ്രഷറിന് മരുന്ന് കഴിച്ചു പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.